നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള വോക്കൽ ടെക്സ്റ്റേഴ്സും അതുപോലെ തന്നെ നല്ല ഇലക്ട്രിഫൈങ് വൈബും നല്ല മെസ്മറൈസിങ് ആയിട്ടുള്ള ടോണും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ട്രെൻഡ് സെറ്റർ ഗാനം ഉടലെടുക്കാൻ ധാരാളം. അതുപോലെ തന്നെ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും. ആ രീതിയിൽ ഏറ്റവും പുതിയ ഗുരു റാന്ധാവയുടെ അസുൽ എന്ന ആൽബമായിട്ടാണ് ഇന്ന്. പഞ്ചാബിയിലെ ഇറങ്ങിയ ഏറ്റവും പുതിയ ആൽബമാണ്. ഇതിനകത്ത് ഗുരു റാന്ധാവയും ഗുർജിത് ഗില്ലും അതുപോലെ തന്നെ അനിഷ്ക പാണ്ഡെയും കൂടിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. കാര്യം ഇത് വളരെ ജെൻസി കിഡ്സിന് പറ്റിയ ഇലക്ട്രിഫൈങ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗാനമാണ്. കാര്യം ഈ ഗാനത്തിൻ്റെ ഒരു പിക്ചറൈസേഷൻ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഭയങ്കര പ്രേക്ഷകരിലേക്ക് അത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുന്നത് എനർജി ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു ഡാൻസിന് പറ്റിയ താളം, എന്നാൽ തന്നെ അതൊരു മൊത്തത്തിലൊരു അന്തരീക്ഷം തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക. അതായത് സിനിമാറ്റിക് ഒരു സ്കെയിലും കൂടെ ആ പാട്ടിന് വരുന്നുണ്ട്. അതെല്ലാം കൂടെ ഈ പാട്ട് നല്ല രീതിയിൽ മൂവിങ് ആവുന്നുണ്ട്. യൂട്യൂബിലൊക്കെ 170 മില്യൺ ക്രോസ് ചെയ്ത ഗാനമാണ്. കാര്യം ഇത് എടുത്തു പറയാൻ കാര്യം, ഇത് ശരിക്കും ഈ ഗാനം റിലീസ് ചെയ്ത സമയത്ത് ഗുരു റാന്ധാവയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം അതിനകത്ത് ഗുരു റാന്ധാവ പറയുന്നുണ്ട്, ശരിക്കും ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ ഞാൻ സ്വാഭാവികമായിട്ടും ദുഃഖത്തിലായി. കാര്യം ഈ ആൽബത്തിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ചില കണ്ടൻറ്റുമായിട്ട് ബേസ് ചെയ്ത ഒരു സംഭവമാണ് അദ്ദേഹം എടുത്ത് പറഞ്ഞത്. കാര്യം അത് പിന്നീട് യൂട്യൂബിൽ ഇതൊക്കെ ട്രെൻഡായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഗുരു റാന്ധാവ് സന്തോഷത്തിലായി, പക്ഷേ ജനങ്ങൾക്ക് അതൊരു ദുഃഖത്തിലായി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി പോലെ ഇങ്ങനെ നടന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറം അദ്ദേഹം മറുപടി കൊടുത്തത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ തിരിച്ചു കൊടുത്തത്. അപ്പോൾ അത് ശരിക്കും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന യൂട്യൂബിൽ ഇത്ര മില്യൺ എൻ്റെ പാട്ട് ക്രോസ് ചെയ്തു, ഇതാണ് എനിക്ക് തരാനുള്ള മറുപടി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ചെറിയ ഒരു ഇമോജി പോലത്തെ ഒരു സാധനം കൂട്ടിയാണ് അത് കൊടുത്തത്. പക്ഷേ നമ്മളിത് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും എഗ്രി ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന പാട്ട് തീർച്ചയായിട്ടും ജെൻസിക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സോങ് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു കണ്ടൻറ് വൈസ്ഡ് ആണ് ഈ വിമർശകരെടുത്ത് ചൂണ്ടിക്കാണിച്ചത്. അതായത് ഇതിനകത്തൊരു ഒരു വിദ്യാർത്ഥി അധ്യാപകൻ്റെ ബന്ധത്തിനെ ഒരു വളരെ സെക്ഷലായി ചിത്രീകരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് പാട്ടിലൊക്കെ ഇപ്പോൾ ആൽബം സോങ്സ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഇവിടെയും ഒക്കെ ആൽബം സോങ്സുകൾ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള പല കൺസെപ്റ്റുകളും ഉണ്ടാവാറുണ്ട്. പിന്നീട് അത് ആൾക്കാർ പല രീതിയിൽ ഏറ്റെടുക്കുന്നതോടുകൂടി അതിനൊരു എന്താണ് പറയുന്നത്, അതങ്ങ് ഇല്ലാതായി പോകും. കാര്യം ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ ഈ പാട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫിക് അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വരുന്നതായിട്ട് ചിത്രീകരിച്ചൊരു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് എടുക്കുന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതിൽ നിന്ന് അനിഷ്കയുടെ ഒരു ഡാൻസിലേക്ക് പോകുന്നതോടുകൂടി അധ്യാപകൻ ഉണ്ടാകുന്ന കുറച്ച് മാനസിക സംഘർഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് ചേഞ്ച് ചെയ്യുന്നതൊക്കെയാണ് പാട്ടിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വളരെ നല്ല രീതിയിലാണ് ഡയറക്ടർ ഹാരിയും പ്രീത് സിംഗ് അവർ രണ്ടുപേരും കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അവർ ഏറ്റവും നന്നായിട്ടാണ് അതിൻ്റെ വിഷ്വലൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. വിശാൽ ആനന്ദാണ് അതിൻ്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരുവിധം കളേഴ്സ് വെച്ച് ഒരു പരിപാടി പിടിക്കുന്ന ആൽബത്തിൽ എപ്പോഴും ഉള്ളതാണ് അത്. ആ വൈബും നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് പുരയ്യ എന്ന് പറയുന്ന ആളാണ്. ആ എഡിറ്റിങ്ങും അതിൻ്റെ കളർ ഗ്രേഡ് ഭാഗങ്ങളൊക്കെ, കളർ ഗ്രേഡിങ്, അതിൻ്റെ പ്രത്യേക അതിൻ്റെ പാറ്റേൺസ് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് യാഷ് കടത്തിൻ്റെ കൊറിയോഗ്രാഫി, അത് ഇതിന് ഭയങ്കരമായിട്ടൊരു വൈബ് കിട്ടുന്ന ഒരു, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ അത് ഭയങ്കരമായിട്ടൊരു എന്നാ പറയുന്ന ഒരു ഇമോഷണൽ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യും. പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ ചേഷ്ടകളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാ കാലത്തും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൈ ഒക്ടേൻ ആയിട്ടുള്ള റിതംസ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹിപ്നോട്ടിക് ബ്യൂട്ടി, പിന്നെ നമ്മൾ പറയുന്നത് സിനിമാറ്റിക് ഒരു ലാൻഡ്സ്കേപ്പ്, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു റെസ്പോൺസ്, ഒരു പ്രസൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു അൾട്രാമിക് സ്റ്റൈലിലുള്ള ഒരു എന്നാ പറയുന്നത് ട്രെൻഡ് സെറ്റർ ആവുന്ന ഒരു ആൽബം. പ്രത്യേകിച്ച് എന്നാ പറയുന്ന ഒരു റിയൽ സിഗ്നേച്ചർ പഞ്ചാബി ഫയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മൂഡ് സെറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോങ്ങാണ്. തീർച്ചയായും നിങ്ങൾക്കിത് ആസ്വദിക്കാവുന്ന സോങ്ങാണ്. ഇത് നിങ്ങൾക്ക് ഗുരു റാന്ധാവയുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഈ സോങ് അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം.